പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 8ാം ക്ലാസ്സിലെ വളരെ മനോഹരമായ ഒരു കവിതയായിരുന്നു സുഖ് ദുഃഖ്. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിക്കൊണ്ട് തന്നെ നമ്മളത് ചർച്ച ചെയ്തു. ആ കവിതയിലൂടെ ജീവിതത്തിൽ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രാധാന്യം എന്താണെന്നും സുഖമുള്ളവൻ ദുഃഖമുള്ളവനോടും ദുഃഖമുള്ളവൻ സുഖമുള്ളവനോടും ഷെയർ ചെയ്ത് ജീവിക്കണമെന്നുള്ള മഹത്തായ ചില സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് സാധിച്ചു. ഇന്നത്തെ ഭാഗത്ത് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതായ പഠന പ്രവർത്തനങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വളരെ ക്ലിയർ ആയിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ ഭാഗം ശ്രദ്ധിക്കുകയും പ്രധാനപ്പെട്ട വർക്കുകൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രശ്ന 1, ക്വസ്റ്റ്യൻ 1. സുഖ ദുഃഖ കി ഖേൽ മിച്ചൗനി ഘോലെ ജീവൻ അപ്നാ മുഖ്. സിംഗിൾ ഇൻവെർട്ട് കോമക്കകത്താണ് നൽകിയത്. അതുകൊണ്ട് അത് അർത്ഥം വെക്കേണ്ടതില്ല. ആ ഭാഗം, ആ വരി എടുത്തു പറഞ്ഞാൽ മതി. നമ്മോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: സുഖ ദുഃഖ കി ഗേൽ മിച്ചൗനി ഘോലെ ജീവൻ അപ്നാ മുഖ് എന്ന ഇൻ പങ്ക്തിയോം ക ഈ വരികളുടെ ആശയം ക്യാ ഹെ, എന്താകുന്നു എന്നാണ്. അതിൻ്റെ ആൻസർ നോക്കൂ. ഉത്തരം സുഖ് ഔർ ദുഃഖ്, സുഖവും ദുഃഖവും, ഏക്ക് ഒരു, സിഖേക്ക് നാണയത്തിൻ്റെ, ദോ രണ്ട്, പെഹലു ഹെ ഭാഗമാകുന്നു. ഒരു നാണയത്തിന് മൂല്യം ലഭിക്കണമെങ്കിൽ അതിന് 2 വശവും വേണം. ഇതുപോലെ മനുഷ്യ ജീവിതം അർത്ഥവത്താകണമെങ്കിൽ ആ ജീവിതത്തിൽ ദുഃഖവും സുഖവും ഇടകലർന്നു വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജീവൻ മേം, ജീവിതത്തിൽ, ജീവൻ എന്ന് പറഞ്ഞാൽ ജീവിതം, ലൈഫ് എന്നാണ്. ജാൻ എന്നാണ് ജീവൻ എന്നതിനിക്ക് പറയാറുള്ളത്. ജീവൻ എന്നതിനിക്ക് ജാൻ എന്നും ജീവിതം എന്നതിനിക്ക് ജീവൻ എന്നും പറയുന്നു. ജീവൻ മേം, ജീവിതത്തിൽ, സുഖ് ഔർ ദുഃഖ് കാ, സുഖവും ദുഃഖവും ഹോന ഉണ്ടാവുക എന്നത് സ്വാഭാവിക ഹേ, അത് സ്വാഭാവികമാണ്. അത് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടുവരുന്നതല്ല. സുഖവും ദുഃഖവും ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഹോന ഉണ്ടാവുക എന്നത് സ്വാഭാവിക ഹേ, അത് സ്വാഭാവികമാണ്. ജീവൻ കാ അസലി മുഖ്, ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം, സുഖ് ദുഃഖ് കെ മിലൻ മേ, സുഖ ദുഃഖത്തിന്റെ കൂടിച്ചേരലിൽ, ഖുൽത്താഹെ തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിതം തൻ്റെ മുഖം തുറക്കുന്നത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കൂടിച്ചേരലുകൾ കൊണ്ടാണ്. മറ്റൊരു ചോദ്യം നോക്കൂ. ഫിർ ഘൻ മേ ഓജൽ ഹോ ശശി, ഫിർ ശശി മേ ഓജൽ ഹോ ഘൻ. ഇതും കവിതയിലെ വരിയാണ്. എന്നിട്ട് പറയുകയാണ്, യഹാം ഇവിടെ ഘൻ ഔർ ശശി, മേഘവും ശശി ചന്ദ്രനും, കിൻ കിൻ കെ എന്തിൻ്റെയെല്ലാം, പ്രതീക ഹെ പ്രതീകമാണ്, പകരമാണ്. ഉത്തരം യഹാം ഇവിടെ, ഘൻ മേഘം എന്ന് പറയുന്നത്, ദുഃഖ ക പ്രതീക ഹെ ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ടാണ് കവി അവതരിപ്പിക്കുന്നത്. എന്നാൽ പുഞ്ചിരി തൂകിക്കൊണ്ട് ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രൻ, അത് സുഖ ക പ്രതീക ഹെ, അത് മനുഷ്യ ജീവിതത്തിൽ സുഖമുണ്ടാകുന്ന, സന്തോഷമുണ്ടാകുന്നതിൻ്റെ പ്രതീകമായിട്ടുമാണ് കവി അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ചോദ്യം നോക്കൂ. അവിരത് സുഖബി ഉൽപീഡൻ, നിരന്തര സുഖവും വേദന തന്നെയാണ്. ഇനിയാണ് ചോദ്യം. ഇവിടെ സിംഗിൾ ഇൻവെർട്ട് കോമയുണ്ട്. എന്ന് പറഞ്ഞ ഭാഗത്ത് ക്യാ ആപ് ഇസ്സെ സഹമത്ത് ഹെ, കവി കവിതയിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അഭിപ്രായം ചോദിക്കുകയാണ്. ക്യാ എന്താ, ആപ്പ് താങ്കൾ, ഇസ്സെ ഇതിനോട്, അവിടെ സേക്ക് ഓട് എന്നാണ് അർത്ഥം, ഇതിനോട്, സഹമത് ഹെ യോജിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ക്യോം എന്തുകൊണ്ട്, യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നെഴുതി എന്തുകൊണ്ടെന്ന് എഴുതുക, ഇല്ല എങ്കിൽ ഇല്ല എന്നെഴുതി എന്തുകൊണ്ടാണ് യോജിക്കാത്തത് എന്ന കാരണം ബോധിപ്പിക്കണം. നോക്കൂ, ഇവിടെ ഉത്തരം മാ ഞാൻ, ഇസ് കഥൻ സെ, ഇസ് കഥൻ സെ ഈ പ്രസ്താവനയോട്, ഈ പറഞ്ഞ വാക്കിനോട്, സഹ്മത്തുഹും യോജിക്കുന്നു. ക്യോംകി എന്തുകൊണ്ടെന്നാൽ, ജീവൻ കാ അസലി മുഖ് ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം, സുഖ് ദുഃഖ് പൂർണ്ണ ഹെ
സുഖത്താലും ദുഃഖത്താലും സമ്പൂർണമാണ്. ഹമേഷ ആൾവൈസ് എല്ലായ്പ്പോഴും സുഖ് ഹോ തോ സുഖമാണ് ഹോ തോ ഉണ്ടാകുന്നതെങ്കിൽ ജീവൻ കി ജീവിതത്തിൻ്റെ അസലിയത്ത് കി പെഹ്ചാൻ യാഥാർത്ഥ്യത്തിൻ്റെ തിരിച്ചറിവ് നെഹി ഹോഗി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ സമയത്തും സുഖമാണ് ഉണ്ടാകുന്നതെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ കഴിയില്ല. സദാ സുഖി രഹ്നെ വാലോം കെ ജീവൻ മേം സദാ സുഖത്തിൽ ജീവിക്കുന്നവരുടെ ജീവൻ മേം ജീവിതത്തിൽ ദുഃഖ കെ ആനെ പർ ദുഃഖത്തിൻ്റെ വരവുണ്ടാകുമ്പോൾ ദുഃഖം കടന്നു വരുമ്പോൾ വേ അവർ ഉസ്കെ സാമ്നെ കർണേ മേം ആ ദുഃഖത്തെ സാമ്ന കർണ എന്ന് പറഞ്ഞാൽ നേരിടുക, അതിനെ ഫൈറ്റ് ചെയ്യുക, അതിനെ നേരിടുന്നതിൽ അസഫൽ ഹോ ജാത്തെ ഹേ നിഷ്ഫലമായി പോകുമെന്ന് പറഞ്ഞാൽ അതിനെ നേരിടാൻ അവർക്ക് സാധിക്കില്ല, അതിനെ നേരിട്ട് വിജയിക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം, കവിത കെ ശബ്ദ് കവിത സെ ശബ്ദ് യുഗ്മോം കാ ചയൻ കർക്കെ ലിഖേ. നമ്മൾ പഠിച്ച സുഖദുഃഖി എന്ന കവിതയിൽ നിന്ന് ശബ്ദയുഗ്മോ കാ ചയൻ കർക്കെ ലിഖേ. ശബ്ദയുഗ്മി എന്ന് പറഞ്ഞാൽ വിപരീത അർത്ഥം വരുന്ന, ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന വാക്കുകളെ ഇടയിൽ ഐഫൺ നൽകിക്കൊണ്ട് എഴുതുക. അതിനെ ചയൻ കർക്കെ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്തുകൊണ്ട് ലിഖേം എഴുതുക. നോക്കൂ, സുഖ് സുഖം, ദുഃഖ് എന്നത് ദുഃഖം, ഇത് രണ്ടും വിപരീതമാണല്ലോ. ഇത് ചേർത്ത് എഴുതിയതാണ്, ഐഫൺ ചേർത്തുകൊണ്ട്. ഇതാണ് നമ്മൾ ശബ്ദയുഗ്മി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സുഖ ദുഃഖ്. അതുപോലെ മറ്റൊരു വാക്കാണ് നിഷ ദിവ, ഓപ്പോസിറ്റ് ആണ്. നിഷ രാത്രി, ദിവ പകൽ. സോത്ത ജാഗ്ത, ഇതും ഓപ്പോസിറ്റ് ആണ്, ഇടയിൽ ഐഫൺ ഉണ്ട്. സോത്ത ഉറങ്ങുന്നു, ജാഗ്ത ഉണരുന്നു. സാംഛ് എന്ന് പറഞ്ഞ സന്ധ്യ, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഉഷ, പ്രഭാതം എന്ന് പറയുന്നത്. വിരഹ് വിരഹം, പിരിഞ്ഞു പോവുക, നമ്മിൽ നിന്ന് ഒരാൾ അകന്നു പോവുക, പിരിഞ്ഞു പോവുക. മിലൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, കണ്ടെത്തുക, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നു ചേരുക. അപ്പം മിലൻ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടലാണ്, വിരഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയപ്പെട്ട ആൾ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകലാണ്. ഹാസ് എന്ന് പറഞ്ഞാൽ ചിരിയാണ്, അശ്രു എന്ന് പറഞ്ഞാൽ കണ്ണുനീരാണ്. അതൊക്കെ ഇടയിൽ ഐഫൺ ഇട്ടാണ് നൽകിയത്. ഇതാണ് ശബ്ദയുഗ്മം. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതുക. മറ്റൊരു ചോദ്യം, വർഗ് പഹേലിക്ക് പൂർത്തി കരേ. വർഗ് പഹേലി ഒരു കടംകഥ തന്നിട്ടുണ്ട് നമുക്ക്, അത് വെച്ചുകൊണ്ട് അതിനെ പൂർത്തീകരിക്കണം നമ്മൾ. ചില നിർദ്ദേശങ്ങളുണ്ട്. ദായി ഓർസെ വലതുഭാഗത്തോട്ട് എഴുതാനുള്ളതാണ് ഈ ചോദ്യങ്ങളുടെ ആൻസർ. ഇവിടെ ചില ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ വലതുവശത്തേക്ക്, റൈറ്റ് സൈഡിലേക്കാണ് എഴുതേണ്ടത്. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ എഴുതണം. നോക്കൂ ചോദ്യം, മുഖ് ക സമാനാർത്ഥി ശബ്ദ്. മുഖത്തിൻ്റെ സമാനാർത്ഥി, കണ്ടോ, വള്ളി രണ്ട് ഭാഗത്തേക്കുണ്ട്, ഇർത്തി, സമാന അർത്ഥം വരുന്ന, സെയിം മീനിങ് വരുന്ന ശബ്ദ് വാക്ക് ഏതാണ് എന്നാണ്. മുഖത്തിന് പറയുന്ന മറ്റൊരു വാക്കുണ്ട്, അതെന്താണ്? അത് നിങ്ങൾ 1 എന്ന് നമ്പർ ഇട്ടതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഈ ഭാഗത്ത് 3 അക്ഷരങ്ങളുള്ള ഒരു വാക്കാണ്. അത് ആലോചിച്ചുകൊണ്ട് എഴുതുക. ഉത്തരം പറയാം, അതിന് മുന്നേ നിങ്ങളൊന്ന് ആലോചിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക. രണ്ടാമത്തെ, ഇനി പറയുന്നത് 5ാമത്തെ ചോദ്യമാണ്. ഇസ്ക അർത്ഥ ഹെ. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആകാശ്, ആകാശം എന്നാണ്. അപ്പോൾ ആകാശം എന്ന അർത്ഥം വരുന്ന മറ്റൊരു വാക്ക്, അത് 5ാമത്തെ ഭാഗത്ത് ഇവിടെ നിന്ന് വലതു ഭാഗത്തേക്കാണ് എഴുതേണ്ടത്. എന്താണ് പറയുന്ന പേര്? അതുപോലെ തന്നെ 6ാമത്തെ ചോദ്യം, സുഖ് ദുഃഖ് കെ മിലൻ സെ. സുഖ ദുഃഖത്തിൻ്റെ ചേരൽ കൊണ്ട് യഹ് ഇത് പരിപൂർണ ഹോ ജാത്ത ഹേ, പരിപൂർണമാകുന്നു. ആ ഇത് എന്ന് പറഞ്ഞത് എന്താണ്? 6ാമത്തെ ഭാഗത്താണ് എഴുതേണ്ടത്. അതുപോലെ 9ാമത്തെ ചോദ്യം, യഹ് നിരന്തർ ക സമാനാർത്ഥി ഹെ. യഹ് ഇത്, സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ നിരന്തർ. അപ്പോൾ നിരന്തർ എന്ന ന്റെ, അപ്പം എന്നതിൻ്റെ, നിരന്തർ എന്നതിൻ്റെ സമാനാർത്ഥി ഹെ, സമാനാർത്ഥം വരുന്ന വാക്കാണ്. അപ്പം നിരന്തർ എന്നതിന് സമാനമായ അർത്ഥം വരുന്ന ഒന്ന് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് നിങ്ങൾ 9ാമത്തെ ഈ ഭാഗത്ത് 4 അക്ഷരങ്ങളുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. സഫലത പാനെ കേരിയെ, വിജയം നേടുന്നതിന് വേണ്ടി ഇസ്കി ജറൂറത്ത് ഹെ, ഇതിൻ്റെ ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാവണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. മേഘ് കേളിയെ, മേഘ് എന്നതിന് വേണ്ടി ഇസ് കവിതാമേം, ഈ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദ വാക്ക് ഏതാണ്? മേഘം എന്നതിന് മറ്റൊരു വാക്കാണ് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതെന്താണ്? 4ാമത്തെ ചോദ്യത്തിന് താഴോട്ട് എഴുതേണ്ടത്, കവിതാമേ കവിതയിൽ സൻസാർ ക, സൻസാർ ലോകം എന്നതിൻ്റെ
പ്രതീകാത്മക ശബ്ദ്, പകരമായി നൽകിയിരിക്കുന്ന വാക്ക്, ലോകം എന്നതിന് മറ്റൊരു വാക്ക് നൽകിയിട്ടുണ്ട്, അതെന്താണ്? ഏഴാമത്തത് ഉഷ എന്നതിൻ്റെ, കണ്ടോ സിംഗിൾ ഇൻവെർട്ടർ കോമ കൊടുക്കുമ്പോൾ എന്നാണ് അർത്ഥം വെക്കാം. ഉഷ എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് ഹിന്ദിയിലാണ് എഴുതേണ്ടത്. സുഖ് ദുഃഖ് എന്ന കിസ് വിധാക്കി രചന ഹെ എന്നത് കിസ് ഏത്, വിധാക്കി ടൈപ്പിലുള്ള രചനയാണ്. ഈ പാഠം ഏത് ടൈപ്പാണ്? കഥയാണോ, നാടകമാണോ, ഏകാംഗിയാണോ, കവിതയാണോ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. 10 യഹ് കഭി നഹി ബോൽനാ ചാഹിയെ, ഇത് കഭി ഒരിക്കലും, നഹി ബോൽനാ ചാഹിയെ പറയാൻ പാടില്ല, ഒരിക്കലും നാം പറയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, എന്താണ് അത്? ഇതാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ. താഴോട്ടും വലത്തോട്ടുമാണ് ആൻസർ എഴുതേണ്ടത്. അതിന് ഉത്തരം നമ്മൾ വലത്തോട്ട് എഴുതേണ്ടത് ആനൻ എന്ന് പറഞ്ഞാൽ മുഖം, മുഖത്തിൻ്റെ മറ്റൊരു വാക്ക്. അതുപോലെ ആകാശം എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് ഗഗൻ എന്ന് പറയുന്നത്. ഈ അർത്ഥങ്ങൾ നിങ്ങൾ പ്രത്യേകം പഠിക്കാൻ ശ്രമിക്കുക. 6ാമത്തത് ജീവൻ, ജീവിതം എന്നാണ്. 9 അവിരത്, നിരന്തർ എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് അവിരത്. ഇനി താഴോട്ട് ആൻസർ എഴുതേണ്ടതാണ്. 2ാമത്തതിൻ്റെ ഉത്തരം മെഹ്നത്ത്, ജീവിതത്തിൽ വിജയിക്കാൻ മെഹ്നത്ത് വേണം, പരിശ്രമം, അധ്വാനം. അതുപോലെ തന്നെ ഘൻ എന്ന് പറഞ്ഞത് മേഘത്തിൻ്റെ മറ്റൊരു വാക്കാണ്. ജഗ് എന്നത് ലോകം എന്നതിൻ്റെ മറ്റൊരു വാക്കാണ്. പ്രഭാതി എന്നത് പ്രഭാതം തന്നെയാണ്, ഉഷ എന്നതിൻ്റെ മറ്റൊരു വാക്ക്. അതുപോലെ ഇത് ഏത് ടൈപ്പ് ചാപ്റ്റർ ആണെന്ന് ചോദിച്ചു, അത് ആൻസർ കവിത എന്നാണ്. അതുപോലെ തന്നെ 10ാമത്തത് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലെന്ന് പറഞ്ഞു, അതെന്താണ്? ഝൂട്ട്, കള്ളം ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അതുപോലെ മറ്റൊരു ചോദ്യം, സുഖ് ദുഃഖ് കവിത ക ആശയ ലിഖേ, സുഖ ദുഃഖം എന്ന കവിതയുടെ ആശയത്തെ എഴുതുക. ഉത്തരം സുഖ് ദുഃഖ് കവിത, സുഖ് ദുഃഖ് എന്ന കവിത ശ്രീ സുമിത്രാനന്ദൻ പന്ത് കി ഹെ, സുമിത്രാനന്ദൻ പന്ത് എന്ന കവിയുടേത് ഹെ ആകുന്നു. ഇസ്മേം ഇതിൽ, ഈ കവിതയിൽ കവി ജീവൻ കി ജീവിതത്തിൻ്റെ, അസലിയത്ത് കോ യാഥാർത്ഥ്യത്തെ, സമജ്ന മനസ്സിലാക്കുക, സംഛാന മനസ്സിലാക്കിപ്പിക്കാൻ, പ്രയാസ് കിയാ ഹെ പ്രയത്നിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. വേ അദ്ദേഹം കഹ്തേ ഹെ പറയുന്നു, കി എന്തെന്നാൽ ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖ പൂർണ്ണ ഹെ, സുഖ ദുഃഖപൂർണമാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സുഖവും ദുഃഖവും അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. സുഖ് ദുഃഖ് കി ഖേൽ മിച്ചൗനീസെ, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഖേൽ മിച്ചൗനീസെ, ഹൈഡ് ആൻഡ് സീക്ക് കളി, കണ്ണു പൊത്തിക്കളി കൊണ്ടാണ് ജീവിതം അപ്ന വാസ്തവിക മുഖ്, തൻ്റെ യഥാർത്ഥമായ മുഖത്തെ ഖോൽ ദേത്താ ഹെ തുറക്കുന്നത്. ജീവിതം എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതം 2 രീതിയിലാണ് കാണപ്പെടുക. ചില വ്യക്തികളുടെ ജീവിതം സന്തോഷത്തിലും ചില വ്യക്തികളുടെ ജീവിതം ദുഃഖത്തിലുമായി കാണുന്നു. എന്നാൽ ഇന്ന് ദുഃഖമുള്ളവൻ നാളെ സന്തോഷമായിട്ടും ഇന്ന് സന്തോഷമുള്ളവനെ നാളെ ദുഃഖമുള്ളവനായിട്ടും കാണാറുണ്ട് എന്നർത്ഥം. ഏതായാലും സുഖ ദുഃഖ കെ മധുർ മിലൻ സെ, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മധുരമായ ചേരൽ സെ കൊണ്ട് ജീവൻ പൂർണ്ണ ഹോ ജാത്താ ഹെ, ജീവിതം പൂർണ്ണമാകുന്നു. ജീവൻ കെ ജീവിതത്തിൻ്റെ, ദുഃഖ് ജീവിതത്തിലെ ദുഃഖം, കഭി ചിലപ്പോൾ, സുഖമേം സുഖത്തിൽ, ബദൽത്താ ഹേ തോ മാറുന്നുവെങ്കിൽ, അതായത് ഒരാളുടെ ജീവിതത്തിലെ ദുഃഖം ചിലപ്പോൾ സുഖത്തിന്റെ രൂപത്തിൽ സന്തോഷത്തിലേക്ക് ബദൽത്താ ഹേ തോ മാറുന്നുവെങ്കിൽ, കഭി ചിലപ്പോൾ, സുഖ് ദുഃഖമേ ഹോ ജാത്താ ഹേ സുഖം ദുഃഖത്തിലേക്ക് മാറ്റപ്പെടാറും ഉണ്ട്. ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും മാറി മറിഞ്ഞു വരുന്നു എന്നർത്ഥം. സൻസാർ ലോകം, അതി സുഖ് ഔർ ദുഃഖ് സേ, അതിയായ സുഖവും ദുഃഖവും സേ കൊണ്ട് പീഡിത ഹേ വേദനിക്കുകയാണ്. സുഖ് ദുഃഖ് സുഖവും ദുഃഖവും മാനവ ജീവന്മേ മനുഷ്യ ജീവിതത്തിൽ ബരാബർ രഹേ തുല്യമാണ്. നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അത് തുല്യമാണ്. നിരന്തർ ദുഃഖ് നിരന്തരമായ ദുഃഖവും അതുപോലെ നിരന്തർ സുഖ് നിരന്തരമായ സുഖവും ദോനും രണ്ടും പീഠ ദേനെ വാലേ ഹേ നമുക്ക് വേദന നൽകുന്നത് തന്നെയാണ്. സുഖ് ദുഃഖ് രൂപി സുഖ ദുഃഖ രൂപത്തിൽ ദിൻ രാത്ത് മേം സുഖ ദുഃഖ രൂപത്തിലെ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണമായിട്ട് പറയാണ്. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും രൂപത്തിലുള്ള ദിൻ രാത്ത് മേം
രാത്രിയിലും പകലിലും. ഇവിടെ രാത്രിയെ ദുഃഖമായിട്ടും പകലിനെ സുഖവുമായിട്ട് കാണുകയാണ്. അപ്പൊ സുഖദുഃഖമാകുന്ന ദിൻ രാത് മേം, പകലിലും രാത്രിയിലും, സൻസാർ കാ ജീവൻ, ലോകത്തിന്റെ ജീവിതം, ലോകത്തിലുള്ളവരുടെ ജീവിതം, സോത്ത ഔർ ജാഗ്താ ഹേ, ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നു. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും. രാത്രി ഉറങ്ങുകയും പകൽ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ സുഖവും ദുഃഖവും കടന്നു വരുന്നു. ദുഃഖമുണ്ടാകുമ്പോൾ നിശബ്ദനായിക്കൊണ്ട് നിശ്ചലമായിക്കൊണ്ട് നമ്മൾ ഇരിക്കും. എന്നാൽ ആ ഇരിക്കുന്നവർ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രഭാതം വരാനുണ്ട്. അങ്ങനെ പ്രഭാതം വന്നെത്തിയാലോ വളരെ സജീവമായിക്കൊണ്ട് സന്തോഷത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഇസ് സന്ധ്യ ഔർ ഉഷാ കെ ആംഗൺമേ, ജീവിതത്തിലെ സന്ധ്യ ഔർ ഉഷാ കെ ആംഗൺമേ, സന്ധ്യയുടെയും അതുപോലെ തന്നെ പ്രഭാതത്തിൻ്റെയും ആംഗൺമേയും മുറ്റത്ത്, വിരഹ് ഔർ മിലൻ കാ, വിരഹത്തിൻ്റെയും കൂടിച്ചേരലിൻ്റെയും ആലിംഗൻ ഹോ രഹാ ഹേ, ആലിംഗനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതും സന്തോഷത്തെയും ദുഃഖത്തെയും തന്നെയാണ് പറയുന്നത്. നമ്മുടെ ജീവിതം അതൊരു മുറ്റമായി കാണുകയാണെങ്കിൽ ആ മുറ്റത്തേക്ക് കടന്നു വരുന്ന രണ്ട് ആളുകളെ പറയുന്നു. ചിലപ്പോൾ സന്തോഷമാണ് നമ്മിലേക്ക് കൂടിച്ചേരുന്നതെങ്കിൽ ചിലപ്പോൾ ദുഃഖമായിരിക്കും കടന്നു വരിക. എന്നാൽ ഇത് സ്ഥിരമായി നിൽക്കുകയില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ അത് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. മാത്രമല്ല മാനവ ജീവൻ കാ മുഖ്, മനുഷ്യ ജീവിതത്തിന്റെ മുഖം, സദാ എപ്പോഴും, ഹസി ഔർ ആൻസൂസെ, ചിരി കൊണ്ടും, ആൻസൂസെ സന്തോഷം, കണ്ണുനീര് കൊണ്ടും. നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ ഈ പ്രത്യയം നൽകുമ്പോൾ ഔർ എന്ന പോലെ വാക്കുകൾ കൊടുക്കുമ്പോൾ രണ്ടാമത്തതിന് പ്രത്യയം നൽകിയാൽ മതി. പക്ഷേ ഈ പ്രത്യയം രണ്ട് വാക്കുകൾക്കും ബാധകമാണ്. അതുകൊണ്ട് ഹസീസെ ഔർ ആൻസൂസെ എന്ന് എഴുതാറില്ല. പക്ഷെ അർത്ഥം വെക്കണം. ഹസീസെ എന്ന് പറഞ്ഞാൽ ചിരി കൊണ്ടും, ആൻസൂസെ എന്ന് പറഞ്ഞാൽ കണ്ണുനീര് കൊണ്ടും, ഭരാഹെ നിറഞ്ഞതാണ്. ഇതാണ് ഈ കവിതയുടെ ഒരു ചെറിയ രൂപം അല്ലെങ്കിൽ ഇതിൻ്റെ ആശയം. അതുപോലെ മറ്റൊരു ചോദ്യമാണ് ചിത്രമേം ക്യാ ക്യാ ഹെ, നമ്മുടെ ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ചില ഭാഗങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ചിത്രമേം ക്യാ ക്യാ ഹെ, ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്. രണ്ട്, കോൻ ആരാണ്, സപ്ന സ്വപ്നം, ദേഖ്താ ഹെ കാണുന്നത്, സ്വപ്നം കാണുന്നത് ആരാണ്. യഹ് ലഡ്ക ഈ ആൺകുട്ടി, കഹാം സോത്താ ഹെ, കഹാം എവിടെയാണ്, സോത്താ ഹെ ഉറങ്ങുന്നത്. ക്വസ്റ്റ്യൻ വേർഡ്സ് പ്രത്യേകം എഴുതി അർത്ഥം എഴുതി വെക്കണം. തക്കിയ എന്ന് പറഞ്ഞാൽ തലയണ, നമ്മൾ അറിയല്ലോ, പില്ലോ, തലയണ. കിസ് സേ എന്തിനോടാണ്, ബന്ധിത് ഹെ ബന്ധിച്ചിരിക്കുന്നത്, ആ തലയണയിൽ എന്താണ് ബന്ധിച്ചിരിക്കുന്നത്. അതുപോലെ 5, കിസ് പ്രകാർ കെ സപ്നെ, ഏത് പ്രകാരത്തിലുള്ള സപ്നെ സ്വപ്നമാണ്, സച്ച് നഹി ഹോത്തെ സത്യമാവാത്തത്, അത് ചോദിക്കുന്നുണ്ട്. ആൻസർ ഇതിൻ്റെ അകത്ത് എഴുതിയെടുക്കണം. അതുപോലെ തന്നെ ഹമാരെ സപ്നോ കോ നമ്മുടെ സ്വപ്നങ്ങളെ, സാക്കാർ കർണേ കെലിയെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, സ്വപ്നം പൂവണിയുന്നതിന് വേണ്ടി, ക്യാ ക്യാ എന്തെല്ലാം, കർനാഹെ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ ഉത്തരം. ചിത്രമേ ക്യാ ക്യാ ഹെ, ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ബാദൽ താഴെ കൊടുത്തിട്ടുണ്ട്, ബാദൽ കാണുന്നുണ്ട്. അതുപോലെ തക്കിയ തലയണ കാണുന്നുണ്ട്. ലഡുക്ക ആൺകുട്ടിയുണ്ട്. ഇതുപോലെ പങ്ക് ചിറക്, അതൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്, നമുക്ക് നോക്കി എഴുതാൻ പറ്റും. 2, കോൻ ആരാണ് സപ്ന ദേഖ്താ ഹെ സ്വപ്നം കാണുന്നത്, ലഡുക്ക എന്നാണ് ആൻസർ എഴുതേണ്ടത്. മൂന്നാമത്തത് യഹ് ലഡുക്ക കഹാം എവിടെയാണ് സോത്താ ഹെ ഉറങ്ങുന്നത്, എവിടെയാണ്, ആകാശമേം ആകാശത്തിലാണ് ഇവൻ ഉറങ്ങുന്നത്. അതുപോലെ തക്കിയ തലയണ, കിസിസെ സംബന്ധിത ഹെ എന്തുമായി ബന്ധപ്പെട്ടതാണ്, ബന്ധിച്ചിരിക്കുന്നു, പങ്കോംസെ ഇതാ പങ്കോംസെ ചിറക് കൊണ്ടാണ്. അതുപോലെ 5വാം പ്രശ്നം, കിസ് പ്രകാർ കെ സപ്നെ ഏതു പ്രകാരത്തിലുള്ള സ്വപ്നമാണ്, സച്ച് നഹി ഹോത്തെ സത്യമാവാത്തത്, സോത്തെ വക്ത് ദേഖേ ജാത്തെ ഉറങ്ങുന്ന സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾ, ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാവില്ല. അതുപോലെ ഹമാരെ സപ്നേക്കോ നമ്മുടെ സ്വപ്നത്തെ സാക്കാർ കർണേ കെ ലിയെ സാക്ഷാത്കരിക്കുന്നതിന്, നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്, നമ്മുടെ സ്വപ്നം എന്ന് പറയുന്ന ലക്ഷ്യമാണ്. ക്യാ ക്യാ കർണ ഹെ എന്താണ് ചെയ്യേണ്ടത്, അതിന് ഉത്തരം കഠിൻ പ്രയത്ന, ജീവിതത്തിൽ നമ്മൾ ആ ലക്ഷ്യം നേടിയെടുക്കാൻ കഠിനമായി പ്രയത്നിക്കണം, നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യണം, ഇതാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, സുഖ ദുഃഖ് എന്ന കവിതയിലെ ഏ പങ്ക്തിയാം ഈ വരികൾ, താഴെ കൊടുത്തിരിക്കുന്ന ഈ വരികൾ പഠിയേ വായിച്ചാലും, എന്നിട്ടോ ഉൻകെ നീച്ചെ അവകളുടെ താഴെ, ദിയേ ഗയെ നൽകപ്പെട്ട, പ്രശ്നോം കെ ചോദ്യങ്ങളുടെ, ഉത്തർ ബി ഉത്തരവും, ലിഖേം നിങ്ങൾ എഴുതണം. എന്താണ് നോക്കൂ,
मैं नहीं चाहता ചിർ സുഖ് मैं नहीं चाहता ചിർ ദുഃഖ്. ഇതാണ് കവിത. ഇനി ചോദ്യം, യഹാം ഇവിടെ ഈ പറഞ്ഞ ഭാഗത്ത് മേം മേം എന്നത് ഈ മേം എന്നത് കോൻ ഹേ ആരാണ്, ആരെയാണ് ഉദ്ദേശിച്ചത്? ഇതാ കോഷ്ടക് മേം ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നു. സുഖത്തെയാണോ ഉദ്ദേശിച്ചത്, ദുഃഖത്തെയാണോ, കവിയെയാണോ? ഇവിടുത്തെ മേം ആരാണ്? ആരാണ് ഉത്തരം? ചിന്തിച്ചു നോക്കൂ, പറഞ്ഞു നോക്കൂ. കവിയാണ്. ഞാൻ എന്ന് പറയുന്നത് കവിയാണ്. കവി എഴുതുമ്പോൾ പറയാണ്, ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സുഖവും ദുഃഖവും, സുഖം മാത്രം ആഗ്രഹിക്കുന്നില്ല, ദുഃഖം മാത്രം ആഗ്രഹിക്കുന്നില്ല. അടുത്ത ചോദ്യം, കവി അപ്നെ ജീവൻ മേം കവി തൻ്റെ ജീവിതത്തിൽ ക്യാ എന്ത് ചാഹത്തെ ഹോങ്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും? എന്തായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക? സുഖദുഃഖമാണോ, അല്ലെങ്കിൽ കേവലം ദുഃഖം മാത്രമാണോ, അല്ലെങ്കിൽ കേവലം സുഖം മാത്രമാണോ? എന്തായിരിക്കും അതിൻ്റെ ആൻസർ? യെസ്, സുഖ് ദുഃഖ്. അടുത്ത നോക്കൂ, ഇൻമേം ഇവകളിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശബ്ദയുഗ്മ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിപരീത അർത്ഥം വരുന്ന വാക്കുകൾ കൂടിച്ചേർന്ന് വരലാണ് കേട്ടോ. കോൻസാഹ ഏതാണ് ശരിക്കുമുള്ള ശബ്ദയുഗ്മ? ചിർ സുഖ്, ചിർ ദുഃഖ്, സുഖ് ദുഃഖ്. ചിർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ദുഃഖം എന്നത് ഓപ്പോസിറ്റ് വേർഡുകളല്ല. സ്ഥിരമായ സുഖം എന്ന് പറയുന്നതും ഓപ്പോസിറ്റ് വേർഡുകളല്ല. എന്നാൽ സുഖ് ദുഃഖ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വേർഡുകളാണ്, ഓപ്പോസിറ്റ് വേർഡുകളുടെ സംഗമമാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് ശബ്ദയുഗ്മിൽ ഉൾപ്പെടുത്താം. സമാനാർത്ഥി ശബ്ദ്, സമാന അർത്ഥം വരുന്ന വാക്കുകൾ. 2 ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ആ ഗ്ലാസുകളിൽ ചില വേർഡുകൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ഗ്ലാസ്സിൽ നൽകിയ വേർഡുകളുടെ അതേ അർത്ഥം തന്നെയാണ് രണ്ടാമത്തെ ഗ്ലാസ്സിലും നൽകിയിട്ടുള്ള വേർഡുകൾക്ക്. പക്ഷെ അത് ഡിസോർഡർ ആയിട്ടാണ് നൽകിയത്. ഇതിനെ കണ്ടെത്തിയതിനു ശേഷം താഴെ നോക്കൂ നിങ്ങൾ, കാഞ്ചോം എന്ന് പറഞ്ഞ ഗ്ലാസ് ആണ്. കാഞ്ചോം കെ ഗ്ലാസുകളിലെ സമാനാർത്ഥി ശബ്ദം സേ, സമാന അർത്ഥം വരുന്ന ശബ്ദം സേ വാക്കുകൾ കൊണ്ട് താലിക, ഈ ബോക്സ്, ഈ കള്ളി അല്ലെങ്കിൽ ടേബിൾ, അതിനെ ഭരയും നിങ്ങൾ നിറക്കുക, ഫില്ല് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഈ ഗ്ലാസ്സിലുള്ളത് മുഴുവൻ ഈ ഭാഗത്ത് ആദ്യം എഴുതി വെക്കുക. ശേഷം ഇതിലേക്ക് യോജിക്കുന്നവ ഈ രണ്ടാമത്തെ ഗ്ലാസ്സിൽ നിന്ന് കണ്ടെത്തിയിട്ടാണ് എഴുതേണ്ടത്. ഉഷ എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ്. പ്രഭാതം എന്നതിന് അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ഇതിലുണ്ട്, കണ്ടെത്താൻ പറ്റുമോ? സന്ധ്യ എന്നാണോ, ഘൻ എന്നാണോ, ആനൻ എന്നാണോ, പ്രഭാതി എന്നാണോ, സൻസാർ എന്നാണോ, ഗഗൻ എന്നാണോ? ആൻസർ എന്താണ്? പ്രഭാത്. 2 മുഖ് എന്നാണ്. മുഖം എന്നതിനിക്ക് പറയുന്ന മറ്റൊരു വാക്ക് സന്ധ്യയാണോ, ഘൻ, ആനൻ, പ്രഭാത്, സൻസാർ, ഗഗൻ? അതിന് ആൻസർ ആനൻ എന്നാണ് മുഖം എന്നതിനിക്ക് പറയുന്നത്. ചെഹര എന്നും പറയാറുണ്ട്. മേഘ് എന്നതിനിക്ക് പറയുന്ന മറ്റൊരു വാക്ക് സന്ധ്യ, ഘൻ, ആനൻ, പ്രഭാത്, സൻസാർ, ഗഗൻ. അതിൻ്റെ ആൻസർ ഘൻ എന്നാണ്, മേഘം. ആകാശം എന്നതിനിക്ക് നൽകിയിരിക്കുന്നത് സന്ധ്യ, ഘൻ, ആനൻ, പ്രഭാത്, സൻസാർ, ഗഗൻ. ആകാശം എന്നതിനിക്ക് ഗഗൻ എന്നാണ് ഉപയോഗിക്കുന്നത്. ജഗ് ലോകം എന്നതിനിക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക് സന്ധ്യ, ഘൻ, ആനൻ, പ്രഭാത്, സൻസാർ, ഗഗൻ. സൻസാർ എന്നാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സാംഛ എന്നല്ല, സാംഛി എന്നാണ്. സാംഛ എന്ന സന്ധ്യ. ആ സന്ധ്യ എന്നതിനിക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്താണ്? സന്ധ്യ എന്ന് തന്നെയാണ്. ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി അവയുടെ ആൻസറുകൾ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഈ ചോദ്യങ്ങളിൽ നിന്ന് ചിലത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പാഠത്തിലെ വാക്കർത്ഥങ്ങൾ, പ്രധാനപ്പെട്ട വാക്കർത്ഥങ്ങളാണ്. ഇതൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക.